ജയ് മോഹൻജി. വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു. അധ്യായം 4. സന്ദിഗ്ധാവസ്ഥ. ഉറച്ച തീരുമാനം എടുക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം താനാണ് കർത്താവ് ചെയ്യുന്നവൻ എന്ന ബോധം ഗാഢമായി ഉറച്ചതാണ്. നാമാണ് കർത്താവ് എന്ന് നമുക്ക് തോന്നുന്നു. നാം എന്നത് ശരീരവും മനസ്സും ബുദ്ധിയും അഹംബോധവും ചേർന്ന ഒന്നിൻ്റെ പേരാണ്. ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക സമയത്ത് മനസ്സ്, ബുദ്ധി, അറിവ്, അനുഭവജ്ഞാനം മുതലായ ലഭ്യമായ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നാം ഒരു കാര്യം വ്യാഖ്യാനിക്കുകയോ ഒരു പ്രവൃത്തി ചെയ്യുകയോ ചെയ്യുകയാണ്. അഹംബോധമാണ് തോൽക്കുമോ എന്ന ഭയം ഉണ്ടാക്കുന്നത്. ജയവും തോൽവിയും ആപേക്ഷിക പദങ്ങളാണ്. ചിലപ്പോൾ തോൽവി ജയത്തേക്കാൾ പ്രയോജനപ്രദമായെന്ന് വരാം. എന്തുകൊണ്ടെന്നാൽ നാം മുമ്പ് ശ്രദ്ധിക്കാതിരുന്ന ചില കാര്യങ്ങളെ അത് വെളിപ്പെടുത്തിയേക്കാം. ഇത് ഭാവിയിൽ ഗുണകരമായേക്കാം. വിജയം അഹംബോധത്തെ വർദ്ധിപ്പിക്കുന്നു, ചിലപ്പോൾ നമ്മെ അന്ധരാക്കുകയും ചെയ്യുന്നു. എല്ലാ അവസ്ഥയിലും നല്ലതും ചീത്തയും ഉണ്ട്. ആത്മാവിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അനുഭവങ്ങൾ മാത്രമേയുള്ളൂ. നല്ലതും ചീത്തയുമില്ല, അനുഭവങ്ങൾ മാത്രം. നല്ലതും ചീത്തയും ബോധമനസ്സിൻ്റെ വ്യവഹാര വിഷയമാണ്. ഉറങ്ങുന്ന സമയത്ത് അതും നിലവിലില്ല. അതുകൊണ്ട് ഉണർന്നിരിക്കുമ്പോൾ മാത്രം നാം എല്ലാ കാര്യങ്ങളും പരിഗണിക്കുന്നു. നമ്മുടെ പ്രവൃത്തിയുടെ ഇന്നത്തെ ശരി ഒരു ചരിത്രപരമായ അബദ്ധമായി അടുത്ത തലമുറ വിലയിരുത്തിയേക്കാം. സ്നേഹിത, ശാന്തനാകൂ. നിങ്ങളുടെ ശരിയായ തീരുമാനത്തെക്കുറിച്ച് അധികം ഉറപ്പിച്ച് പറയേണ്ട. എത്രയോ കോടി വസ്തുക്കൾ നമുക്കുണ്ട്. അവയെല്ലാം മനസ്സിലാക്കുവാൻ പഞ്ചേന്ദ്രിയങ്ങളും അനുഭവിച്ച് അറിയുവാൻ ഒരു മനസ്സും മാത്രമേ ഉള്ളൂ എന്നറിയുക. നമുക്ക് അത്ര പരിമിതിയുണ്ട്. വിജയങ്ങളെയും പരാജയങ്ങളെയും സമചിത്തതയോടെ സ്വീകരിക്കുക. താരതമ്യപ്പെടുത്തരുത്. നാം എന്താണോ നാം അതാണ്. സുഖം എന്നത് ഒരു മാനസികാവസ്ഥയാണ്. ചില ആളുകൾ എപ്പോഴും അസംതൃപ്തരായി കഴിയുന്നു. എന്തുകൊണ്ടെന്നാൽ അമിത ആഗ്രഹങ്ങളും താരതമ്യങ്ങളും അവസാനിക്കുന്നില്ല. ഉപനിഷത്ത് പറയുന്നത് പോലെ ഇന്ന് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഭക്ഷണം നിങ്ങൾക്കുള്ള മരുന്നാകുന്നു. അത് നിങ്ങൾ ആഗ്രഹിച്ച ഭക്ഷണം ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് കിട്ടിയതാണ് നിങ്ങൾക്ക് ശരിയായുള്ളത്. നമ്മുടെ കാണാനാവാത്ത അർഹതയുടെ തലത്തിന് അനുസരിച്ചാണ് അത്. ലഭ്യമായതിനെ സ്വീകരിക്കുകയും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഈ സാഹചര്യത്തിൽ ഇതിൽ കൂടുതൽ നന്നായി ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല എന്ന് നിങ്ങളെ തന്നെ പറഞ്ഞു മനസ്സിലാക്കുക. ഒരിക്കലും പശ്ചാത്താപങ്ങളെ നുഴഞ്ഞു കയറുവാൻ അനുവദിക്കുകയും കുറ്റബോധത്തെ വളർത്തുകയും ചെയ്യരുത്. ഇത് മനസ്സിൻ്റെ ഒരു കളി മാത്രമാണ്. ഒരിക്കലും താരതമ്യപ്പെടുത്തരുത്. മുന്നോട്ടു പോകൂ. തിരിഞ്ഞു നോക്കുകയും എനിക്ക് ഇതിനേക്കാൾ നന്നായി ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നത് ശുദ്ധ അബദ്ധമാണെന്ന് മനസ്സിലാക്കൂ. ലഭ്യമായിരുന്ന സമയവും സ്ഥലവും ബുദ്ധിശക്തിയും കൊണ്ട് ഇതിൽ കൂടുതൽ നന്നായി ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നാം നിരന്തരം വളർന്നു വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായി, കാലത്തിൽ പുറകോട്ടു പോവുക അസാധ്യമാണ്. രണ്ടാമതായി, കാലത്തിൽ പുറകോട്ടു പോകുവാൻ കഴിഞ്ഞാലും ഇപ്പോൾ നിങ്ങൾക്കുള്ള അവബോധം അവിടെ ലഭ്യമാവുകയില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈ അവബോധ തലത്തിലേക്ക് അനുക്രമമായി പുരോഗമിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറെ കൂടി ഭേദമായി ചെയ്യുവാൻ കഴിയുമായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ചെവിക്കൊള്ളരുത്. ആരെയും അവരുടെ ചവറ് നിങ്ങളുടെ ദേഹത്തിൽ ഇടുവാൻ അനുവദിക്കരുത്. ആരും എല്ലാം തികഞ്ഞവരല്ല. ജീവിതം നമ്മുടെ പരിമിതമായ മനസ്സ് കണക്കാക്കുന്നത് പോലെയല്ല, വ്യത്യസ്തമായ ഒരു സമതുലനാവസ്ഥയിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ കർത്തൃത്വബോധം ഉപേക്ഷിച്ചാൽ നമുക്ക് ഈശ്വരൻ അരങ്ങത്ത് നടിക്കുന്നത് കാണുവാൻ കഴിയും. നാടകം നാം എഴുതിയതല്ല, നാം സംവിധാനം ചെയ്തതുമല്ല. നാം നമ്മുടെ ഭാഗം അഭിനയിക്കുക മാത്രം ചെയ്യുന്നു. അവസരോചിതമായ തീരുമാനങ്ങൾ. ചോദ്യം: തക്ക സമയത്ത് തീരുമാനമെടുക്കുക പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടുവാൻ കാരണമാകുന്നു. അത് പശ്ചാത്താപത്തിന് ഇടയാക്കുകയും പലപ്പോഴും ആത്മവിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും ബാധിക്കുകയും ചെയ്യുന്നു. എനിക്ക് എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയും? ഉത്തരം: എല്ലാ വ്യക്തിത്വങ്ങളിലും ദുരന്തഹേതുകമായ ഒരു വൈകല്യം ഉണ്ടാകും. ഇത് അരിസ്റ്റോട്ടിൽ പറഞ്ഞതാണ്. ഇത്തരം വൈകല്യങ്ങൾ ഷേക്സ്പിയറുടെ നാടകങ്ങളിൽ നല്ലതുപോലെ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. ഹാംലെറ്റിൻ്റെ കാര്യത്തിൽ അത് അലംഭാവവും തീരുമാനങ്ങൾ എടുക്കുവാനുണ്ടായ വിളംബത്തിലും അധിഷ്ഠിതമായിരുന്നു.
ഒഥല്ലയുടെ ദുരന്തത്തിന് കാരണം അവിശ്വാസവും അസൂയയുമായിരുന്നു. അതുപോലെ നമ്മിൽ ഓരോരുത്തർക്കും ചില കുറവുകളും പോരായ്മകളും ഉണ്ട്. അടുത്ത കാലത്ത് യാത്രക്കിടയിൽ ഞാൻ വളരെ നല്ല ചില ആളുകളെ കാണുവാൻ ഇടയായി. എന്നാൽ അവരുടെ മനസ്സുകൾ തികച്ചും അടഞ്ഞതായിരുന്നു. അവർ അവരുടെ മനസ്സിന് പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവരെ ബാധിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ പോലും അവർ തയ്യാറല്ലായിരുന്നു. അവരുടെ ദുരന്തം അവരുടെ അടഞ്ഞ മനസ്സാണ്. അവർ മാറ്റങ്ങളെ ഭയപ്പെടുന്നു, വികാസത്തെ ഭയപ്പെടുന്നു. അവരുടെ ഭയങ്ങളുടെ പിന്നിൽ അവർ ഒളിക്കുന്നിടത്തോളം കാലം അവർക്ക് ഒരിക്കലും സ്വാതന്ത്ര്യത്തെയോ വിമോചനത്തെയോ അനുഭവിക്കുവാൻ കഴിയുകയില്ല. തീരുമാനമെടുക്കാനുള്ള താമസമാണ് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയം എങ്കിൽ നിങ്ങൾ വർത്തമാനകാലത്തിൽ ജീവിക്കുവാൻ ശീലിക്കണം. ഇന്നിൽ പ്രവർത്തിക്കുക, ഇന്നിൽ ചിന്തിക്കുക, എല്ലാം ഇന്നിൽ നിന്നുകൊണ്ട് ചെയ്യുക. എങ്ങനെയാണ് നാം അത് ചെയ്യുന്നത്? ഓരോ വ്യക്തിക്കും ഒരു നിയുക്ത സമയവും സ്ഥലവും ദേഹവും മനസ്സും ബുദ്ധിയും സാഹചര്യവും ഉണ്ട്. ഇവയെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അയാൾക്കൊരു തീരുമാനത്തിൽ എത്തേണ്ടതുണ്ട്. ലഭ്യമായ അറിവും തിരിച്ചറിവും ആവശ്യകതയും അടിസ്ഥാനമാക്കി അയാൾ ഒരു തീരുമാനം എടുക്കുന്നു. ഇതാണ് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. തൻ്റെ പരിമിതികൾ മനസ്സിലാക്കുകയും ഫലം എന്തായാലും അത് സ്വീകരിക്കുകയും ചെയ്യുക. ഒരിക്കലും ഒരു തീരുമാനം അബോധപൂർവം നീട്ടിവെക്കരുത്. നീട്ടിവെക്കൽ പലപ്പോഴും തനിക്കും മറ്റുള്ളവർക്കും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. വിശ്വസിക്കാവുന്നവരുമായി ചർച്ച ചെയ്യുകയും സഹായകമായേക്കും. ആത്മവിശ്വാസം വളർത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുക. അത് നിങ്ങളെ ശക്തനാക്കും. കഴിഞ്ഞ കാലത്തെയോ മറ്റൊരാളുടെ പ്രവൃത്തിയെയോ ആധാരമാക്കിയുള്ള താരതമ്യം നിഷ്പ്രയോജനമാണ്. മറ്റൊരാളുടേത് വ്യത്യസ്തമായ സ്ഥലവും സമയവും ബുദ്ധിയുമാണ്. ഒരിക്കലും താരതമ്യപ്പെടുത്തരുത്. നിങ്ങൾ എങ്ങനെയാണോ അത് നല്ലതാണ്. ലോകം എന്നാൽ വൈവിധ്യമാണെന്നും അറിയുക. നിങ്ങളുടെ പരിമിതമായ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒന്നിൻ്റെയും തനിപ്പകർപ്പ് ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. അനന്തമായ ആ ബുദ്ധിക്ക് എന്തിൻ്റെയും തനിപ്പകർപ്പ് ഉണ്ടാക്കുവാൻ മനുഷ്യന് കഴിയുകയില്ല. അതുകൊണ്ട് ആദ്യമായി ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർദ്ദിഷ്ട സ്ഥലത്തും സമയത്തും പ്രവർത്തിക്കുക. ഫലങ്ങൾ എന്തായാലും അവയെ സ്വീകരിക്കുക. നിങ്ങളുടെ ലക്ഷ്യം നല്ലതാണെങ്കിൽ നല്ലതും ചീത്തയും വിവേചിക്കേണ്ടതില്ല. മനസാ വാചാ കർമ്മണ ആരെയും ഉപദ്രവിക്കരുത്. പശ്ചാത്താപം എപ്പോഴും മുമ്പ് ചെയ്ത ഒരു പ്രവൃത്തിയോട് ബന്ധപ്പെട്ടതാണ്. പശ്ചാത്താപം ഉണ്ടാകുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന കഴിവുകളും ആഗ്രഹങ്ങളും വെച്ചുകൊണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് അതിലും നന്നായി ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല എന്ന് നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കി കൊടുക്കുക. വളരെ പശ്ചാത്താപങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിങ്ങളുടെ ആത്മാഭിമാനത്തെയും ദൃഢവിശ്വാസത്തെയും ബാധിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കാർന്നു തിന്നും. വ്യക്തമായ തിരിച്ചറിവിനെ പശ്ചാത്താപങ്ങൾക്ക് പകരം വയ്ക്കുക. ആരും പൂർണ്ണരല്ല. ആരെയും മറ്റാരുമായും താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലായ്പ്പോഴും നിസ്വാർത്ഥരായും സന്തുഷ്ടരായും ഇരിക്കുക. അവസാനമായി, ഗുണപരമായ പ്രവൃത്തിക്കുള്ള ഏറ്റവും നല്ല ഉപായം അത് മനസ്സിൽ തട്ടിയുള്ളതാവണം എന്നതാണ്. യാന്ത്രികമോ സ്വയമേയുള്ളതോ ആയ ഏത് പ്രവൃത്തിയും അസ്വീകാര്യ ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം. മനസ്സ് കൂടെ നിൽക്കുകയും പൂർണ്ണമായും പങ്കെടുക്കുകയും ചെയ്യുന്ന ഏത് പ്രവൃത്തിയും നല്ല ഫലങ്ങൾ ഉണ്ടാക്കും. അതാണ് തന്ത്രം. വികാരങ്ങളോ കോപമോ ആസ്പദമാക്കിയുള്ള തീരുമാനങ്ങൾ ദുഃഖത്തിന് കാരണമാകുന്നു. എന്ന പോലെ തന്നെ ബുദ്ധി ഉപയോഗിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ നല്ല ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ജീവിതത്തെ ആസ്വദിക്കുക. പശ്ചാത്താപങ്ങളെ വലിച്ചെറിയുക. പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റുക. മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിതനാകുക. മനസ്സ് മുൻവിധികളാൽ ബുദ്ധിമുട്ടുന്നു. അതുകൊണ്ട് അടഞ്ഞ മനസ്സിൽ നിന്ന് രക്ഷപ്പെടുക. സ്വതന്ത്രനായി നിൽക്കുക. വഞ്ചനയെക്കുറിച്ച്. മുൻവിധി കൂടാതെ അശുഭ പ്രതീക്ഷ തരാതെ ലോകത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്താണെന്ന് ഞാൻ പറയട്ടെ. സ്വാർത്ഥതയാണ് അത്. നാം എല്ലാം സ്വാർത്ഥ തൽപരരാണ്. എല്ലാം അതിജീവനത്തെ കരുതിയുള്ളതാണ്. മനുഷ്യനായാലും മൃഗമായാലും അങ്ങനെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരാൾ സ്വാമി രാം തീർത്ഥനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്ര സ്വാർത്ഥ തൽപരരാകുന്നത്? അദ്ദേഹം ഫലിതമായി പറഞ്ഞു, എന്തുകൊണ്ട് പാടില്ല? ജനങ്ങൾ സ്വാർത്ഥ തൽപരരാവണം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും അവരവരുടെ കർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിനായി ശ്രമിക്കുകയാണ്. നിസ്വാർത്ഥനായി മറ്റൊരാളെ സഹായിക്കാൻ എങ്ങനെ കഴിയും? സമയം പരിമിതമാണ്. നമുക്ക് എങ്ങനെ സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും വിഭവങ്ങളുടെയും കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയും? ആ വാക്കുകളിൽ വലിയ ഒരു സത്യം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബന്ധുത്വങ്ങളെല്ലാം മിക്കവാറും സ്വാർത്ഥം തന്നെയാണ്, പുറമേക്ക് അങ്ങനെ തോന്നുകയില്ലെങ്കിലും.
സർവകലാശാലയിൽ പഠിക്കുന്ന കാലത്ത് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ തനിക്കും കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെയും സല്ലാപത്തിനായി പുറത്തു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന തോന്നൽ മൂലം അപകർഷതാബോധം അനുഭവിച്ചിരുന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു. ആ കുറവ് ഫലപ്രദമായി നികത്തുവാനായി അയാൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ നിശ്ചയിച്ചു. അവളുമായി പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ തൻ്റെ നിലപാട് തെളിയിക്കുകയായിരുന്നു. തന്നോട് തന്നെ തെളിയിക്കുകയായിരുന്നു. എല്ലാം നാട്യമായിരുന്നു. ലൗകികമായ സ്നേഹം വളരെയധികം സ്വാഭാവികമാണ്. മറ്റൊരാൾ തൻ്റെ സാമാന്യം വലിയ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തു. തൻ്റെ അധ്വാനത്തിൻ്റെ ബലിമൃഗമായി അകാല മരണം വരിക്കുകയും ചെയ്തു. അയാളുടെ കുടുംബം തകർന്നുപോയി. അയാളുടെ ഭാര്യ കരഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് ഞങ്ങളെ വിട്ടുപോകാൻ കഴിഞ്ഞു? എൻ്റെയും നിങ്ങളുടെ കുട്ടികളുടെയും ഗതി എന്താകും? ഞാൻ എങ്ങനെ അവരെ പഠിപ്പിക്കും? നിങ്ങളുടെ അമ്മയുടെ മരുന്നുകൾക്കുള്ള പണം എവിടെ കണ്ടെത്തും? എന്നിങ്ങനെ തങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ച് മാത്രമായിരുന്നു അവരുടെ വേവലാതി. തങ്ങളുടെ കറവപ്പശുവിൻ്റെ ഭർത്താവിൻ്റെയോ അച്ഛൻ്റെയോ അല്ല, മരണത്തിൽ ദുഃഖിക്കുകയായിരുന്നു അവർ. മരിച്ചുപോയ ആ മനുഷ്യനെക്കുറിച്ച് അവർക്ക് മനക്ലേശം തോന്നിയില്ല. എന്തുമാത്രം ഉപാധികളോട് കൂടിയതാണ് ബന്ധങ്ങൾ! ഭൗതിക സമ്പത്തുള്ളവനെ സമൂഹം സ്നേഹിക്കുന്നു. അവരുടെ മൂല്യനിർണ്ണയം എപ്പോഴും ദ്വിമാനത്തിലുള്ളതായിരിക്കും. എനിക്കൊരു സുഹൃത്തുണ്ട്. അയാൾ എപ്പോഴും വലിയതും മനോഹരവുമായ കാറുകളെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. ഒടുവിൽ അയാൾക്ക് അങ്ങനെ ഒരെണ്ണം കിട്ടി. അതിൻ്റെ കൂടെയുള്ള ചെലവുകളെക്കുറിച്ച് അയാളുടെ സ്വപ്നത്തിൽ ഒന്നും പറഞ്ഞിരുന്നില്ല. അയാളുടെ വരുമാനം അപര്യാപ്തമായിരുന്നു. കാർ പരിപാലിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അർഹതയുള്ളപ്പോൾ എല്ലാം വേണ്ട വിധത്തിലാകും. അല്ലാത്ത പക്ഷം കർമ്മം കാലത്തിന് അനുരൂപമല്ലാത്ത ചിലതിനെ മുമ്പോട്ട് കൊണ്ടുവരുന്നു. തെറ്റായ കാലനിർണയം. ഇത് സംഭവ്യമാണ്. നാമെല്ലാം വ്യർത്ഥമായ പകിട്ടുകളെ തേടി പോവുകയാണ്. വേറൊരാൾ തൻ്റെ പദവിയെയും മാന്യതയെയും മുറുകെ പിടിക്കുകയും അവ നഷ്ടപ്പെട്ടെങ്കിലോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു. അയാൾ അന്തസ്സോടെ സ്ഥാനം ഒഴിയുന്നില്ല. ജനങ്ങൾ അയാളെ പരിഹസിക്കുന്നു. അയാളുടെ അഭിമാനം മുറിപ്പെടുന്നു. കളി മുഴുവൻ എത്ര നിസ്സാരമായിരുന്നു എന്ന് ഒരു നിമിഷത്തേക്കെങ്കിലും അയാൾ ആലോചിക്കുന്നില്ല. പുതിയ ഇലകൾ വരുമ്പോൾ പഴയവ കൊഴിഞ്ഞു പോകുന്നു. ജീവിതം മുന്നോട്ടു പോകേണ്ടതുണ്ട്. പ്രകൃതി എല്ലായ്പ്പോഴും നിലനിൽപ്പിൻ്റെ നിഗൂഢ സത്യങ്ങളെ വ്യക്തമാക്കുന്നു. കാണാനുള്ള കണ്ണുകളും മനസ്സിലാക്കാനുള്ള മനസ്സും ഉണ്ടാകണമെന്നേയുള്ളൂ. നാം ഒന്നും സൃഷ്ടിക്കുന്നില്ല, ഒന്നും കൊണ്ടുപോകുന്നുമില്ല. നാം താൽക്കാലിക സൂക്ഷിപ്പുകാർ മാത്രമാണ്. രണ്ട് ആളുകൾ, മാതാപിതാക്കൾ കാരണമായി നാം വരുന്നു. മരിക്കുമ്പോൾ 4 പേർ നമ്മെ ശ്മശാനത്തിലേക്ക് ചുമക്കുന്നു. നാം ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു വിനോദയാത്രയ്ക്കായി ഇവിടെ വന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ ഒരു കറവ പശുവായി കണക്കാക്കിയെങ്കിൽ ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. 1 പ്രതീക്ഷ, 2 വേർപാട്. ഇവയാണ് ഈ അനുഭവത്തോട് ചേർന്ന പാഠങ്ങൾ. നിങ്ങളുടെ കുട്ടികൾ ബാല്യത്തിൽ ചെയ്തതുപോലെ തന്നെ വളർന്നു വലുതാകുമ്പോൾ നിങ്ങളെ ആരാധിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. മാതാപിതാക്കൾ കുട്ടികളിൽ വളരെയധികം സമ്മർദ്ദം ഏൽപ്പിക്കുമ്പോൾ അവർ ലഭ്യമായ ആദ്യ അവസരം ഉപയോഗിച്ച് അവരിൽ നിന്ന് അകന്നു മാറുവാൻ ശ്രമിക്കുന്നു. ഇത് മനുഷ്യപ്രകൃതിയാണ്. നമുക്ക് വളരെ കാലം സമ്മർദ്ദം താങ്ങുവാൻ കഴിയുകയില്ല. കഴിയുന്നത്ര നേരത്തെ രക്ഷപ്പെടുവാൻ നാം ശ്രമിക്കുന്നു. ഇതൊരു വശമാണ്. മറുവശം സ്വാമി രാം തീർത്ഥൻ വിശദീകരിച്ചതാണ്. ഓരോ മനുഷ്യനും അടിസ്ഥാനപരമായി തൻ്റെ കർമ്മഭാണ്ഡം കൈകാര്യം ചെയ്യുകയാണ്. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഈ ജന്മത്തിൽ നിങ്ങളുടെ കുട്ടികളായി വന്ന ഈ ആത്മാക്കളിൽ ഒരു ബന്ധു എന്ന നിലയ്ക്ക് ഒരു താല്പര്യവും കാട്ടിയില്ല എന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നാം വിതയ്ക്കുന്നത് നാം കൊയ്യുകയും ചെയ്യുന്നു. ഇനി ഇതിൻ്റെയെല്ലാം മറുവശം. ബന്ധങ്ങളിലും ഭൗതിക വശങ്ങളിലും സ്വസ്ഥതയില്ലാതാകുമ്പോൾ നാം ദൈവത്തെ ആശ്രയിക്കുന്നു. ഭൗതിക സുഖങ്ങൾ ധാരാളമുണ്ടെങ്കിൽ ആർക്കാണ് ദൈവത്തിൽ താല്പര്യമുണ്ടാവുക? നമ്മുടെ ആത്മാവിനെ തന്നെ ആർക്ക് വേണം? സർവശക്തനോട് അടുക്കുവാൻ വേണ്ടിയാണ് ക്ലേശങ്ങൾ തരുന്നത്. ഈ അവസരം ഉപയോഗിച്ച് ദൈവത്തെ അറിയുക. എല്ലാവരെയും അനുഗ്രഹിക്കുക. ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തരുത്. സ്നേഹം പ്രകടിപ്പിക്കുക. വിദ്വേഷത്തെ ഉന്മൂലനം ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടുള്ള ബാക്കിയുള്ള ജീവിതം മേന്മയുള്ളതായിരിക്കും. കഴിഞ്ഞതിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് സമയം പാഴാക്കലാണ്. അങ്ങനെ ചെയ്താൽ നാം ഒരിക്കലും പുരോഗമിക്കുകയില്ല. ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാലം മാറുന്നു. പുതിയ ഇലകൾ വരികയും പഴയവ വീഴുകയും ചെയ്യുന്നു. മനുഷ്യൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഠരേ ശയനം. ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. വീണ്ടും ജനനം, വീണ്ടും മരണം, വീണ്ടും അമ്മയുടെ വയറ്റിൽ കിടപ്പ്,
കടക്കുവാൻ ബുദ്ധിമുട്ടായ ഈ സംസാര സാഗരത്തിൻ്റെ അക്കരെ കടക്കുവാൻ കൃപയുണ്ടാകണമേ, എന്നെ രക്ഷിക്കണമേ മുരാരെ. ആദിശങ്കരൻ പറഞ്ഞതാണ് ഇത്. നിങ്ങളുടെ ആത്മീയ വികാസം ത്വരിപ്പിക്കുവാൻ ശരിയായ സമയമാണ് ഇത്. കഴിഞ്ഞു പോയതിനെ വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കരുത്. ഭൂതകാലം മരിച്ചു കഴിഞ്ഞു. മരിച്ചതിന് ഒരു പക്ഷേ കൃതജ്ഞതയല്ലാതെ ഒന്നും ആവശ്യമില്ല. ഭാവിയെക്കുറിച്ച് നമുക്കറിയില്ല. ഇപ്പോൾ തന്നെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് എത്തിച്ചേരൂ. പ്രകൃതി നിങ്ങൾക്ക് ബന്ധുത്വങ്ങളിലുള്ള അസ്വാരസ്യങ്ങളുടെ രൂപത്തിൽ വേർപാടിനുള്ള കാരണം ഒരുക്കി തന്നിട്ടുണ്ട്. ചിലത് നേടാൻ പലതും ഉപേക്ഷിക്കേണ്ടതായി വരും. അഹംബോധം ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ ദൈവത്തിൻ്റെ തലങ്ങളിലേക്ക് ഉയരുന്നു. അനാസക്തിയുടെ സമൃദ്ധിയിലും ഒരാൾ ഈശ്വരനിൽ എത്തുന്നു. മറ്റുള്ളവരെല്ലാം തങ്ങളുടെ സമ്പത്തും ബന്ധുത്വങ്ങളും കാത്തുസൂക്ഷിക്കുന്ന വാഴ്ത്തപ്പെട്ട കാവൽക്കാർ മാത്രമാണ്. അവർക്ക് സമാധാനത്തോടെ ഒന്ന് ഉറങ്ങുവാൻ കഴിയുകയില്ല. ആത്മീയ പരിണാമം നേടിക്കൊണ്ടിരിക്കുക. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. താങ്ക് യു. ജയ് മോഹൻജി.